ആ പേരുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്, അതിൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരു കാലത്തും ഒരു കാരണവശാലും വിസ്മരിക്കുവാൻ സാധ്യമല്ലെന്നുറപ്പ്. അവർക്ക് താങ്ങും തണലുമായി, കൂട്ടും കുടുംബവുമായി അവർക്കെല്ലാം നൽകി ഇവിടെ വളരുവാനും വികസിക്കുവാനും ആദർശ പ്രബോധന രംഗം ശക്തമാക്കുവാനും ഏറ്റവും വലിയ താങ്ങും തണലും നൽകിയത് പി ഉണ്ണിൻകുട്ടി മൗലവിയും PN മുഹമ്മദ് മൗലവിയുമാണ് എന്നും അറിയാത്തവരല്ല പുളിക്കൽ പ്രദേശത്തുകാർ. ഇവരുടെയൊക്കെ ചോരയും ഇവരുടെയൊക്കെ അധ്വാനവും പ്രയത്നവും അവരുടെ സമ്പത്തും അവരുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ആണിക്കല്ലുകളെന്ന് ആരൊക്കെ വിസ്മരിച്ചാലും മുജാഹിദുകൾക്കത് വിസ്മരിക്കാൻ കഴിയില്ല. ആ പരമ്പര അവസാനിക്കുന്നില്ല. പുളിക്കൽ പ്രദേശത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരികയും അത് കൂടുതൽ വളർന്നു പന്തലിക്കുവാൻ വേണ്ടി മദീനത്തുൽ ഉലൂം അറബിക് കോളേജും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ ഈ നാടിന് സമർപ്പിക്കുകയും അതുവഴി ആയിരക്കണക്കിന് മദനിമാരിലൂടെ, നാവിലൂടെ, പേനകളിലൂടെ കേരളത്തിൻ്റെ അന്ധകാര നിബിഡമായ നാട്ടിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമെത്തിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് നാം എടുത്തു പറയുമ്പോൾ അതിൻ്റെ ഫലം ഏറ്റുവാങ്ങുന്നവരിൽ MCC സഹോദരന്മാരും അതുപോലെ ഉണ്ണിൻകുട്ടി മൗലവിയും PN മുഹമ്മദ് മൗലവിയും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അവരുടെ ശ്രമകരമായ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം അർഹമുറാഹിമായ തമ്പുരാൻ നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്ന മുമ്പ് ചില പേരുകൾ കൂടി ഇവിടെ സൂചിപ്പിച്ച് പോവുകയാണ്. ഉണ്ണിമോയി മൗലവിയും KC കോമുക്കുട്ടി മൗലവിയും TP അബൂബക്കർ മൗലവിയും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മൗലവിയും ആലിക്കുട്ടി മൗലവിയും KN ഇബ്രാഹിം മൗലവിയും കൊട്ടപ്പുറം ഹസൻ ഹാജിയും വലിയ പറമ്പ് മുഹമ്മദ് ഹാജിയും ഒക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒട്ടുമൊട്ടും ചെറുതല്ല. ഒരുപക്ഷെ അവരുടെ ഇളം തലമുറയിൽ ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന PP അബ്ദുൽ ഗഫൂർ മൗലവിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹസൻ മൗലവിയും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്ത സേവനങ്ങൾ നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്നാൽ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രയത്നത്തിലൂടെ, ഒരു നൂറ്റാണ്ടിൻ്റെ കഠിനാധ്വാനത്തിലൂടെ, ഒരു നൂറ്റാണ്ട് കാലത്തെ സർവ്വതും മറന്നുള്ള അധ്വാനത്തിലൂടെ ഈ നാടിൽ ലഭിച്ചിരിക്കുന്ന വെളിച്ചം വിശുദ്ധ ഖുർആന്റെ വെളിച്ചമാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, സകലമാന ഇരുട്ടുകളിൽ നിന്നും യഥാർത്ഥത്തിലുള്ള പ്രകാശത്തിലേക്കുള്ള തിരിച്ചുവരവ്. നവോത്ഥാനത്തിൻ്റെ നാന്ദി കുറിക്കുവാൻ ഈ പ്രദേശം നൽകിയിരിക്കുന്ന ആതിഥ്യം നമുക്ക് നന്നായി അറിയാം. ഇവിടുത്തെ വളർച്ച, ഇവിടുത്തെ വികാസം, അതിനിവിടെയുള്ള ഓരോ പ്രാദേശിക കമ്മിറ്റികളും പ്രദേശത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ നൽകിയിരിക്കുന്ന നിസ്സീമമായ സഹകരണങ്ങൾ, സഹായങ്ങൾ ഒന്നും കാൽച്ചുവട്ടിൽ തേച്ചു കളയാൻ സാധിക്കുന്നതല്ല. ഞാനത് പറഞ്ഞത് ഈ നാടിൻ്റെ ചരിത്രം അറിയാത്തവരാണ് നിങ്ങൾ എന്ന അർത്ഥത്തിലല്ല. ഇതിവിടെ ഇന്ന് അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു, ഇന്ന് ഇതിവിടെ അയവിറക്കേണ്ടിയിരിക്കുന്നു. ഈ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ, ഉമറാക്കളുടെ, ഉലമാക്കളുടെ ത്യാഗസമ്പൂർണമായ ജീവിതത്തെ ചവിട്ടിത്തേക്കാതെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു പുനർജന്മമുണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാടിയെന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവരിൽ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞവരിൽ ഏറ്റവും അവസാനം പറഞ്ഞ പേര് വരെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് പുനരാനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. അത് ഇരുട്ടിൻ്റെ മറവിലോ പകൽ വെളിച്ചത്തിലോ മറ്റേതെങ്കിലും മാർഗത്തിലോ ഏതു രൂപത്തിലോ ഭാവത്തിലോ ആയിരുന്നാലും, അത് ഏത് പേരിൽ വന്നാലും, ഏതു രൂപത്തിൽ വന്നാലും, ആര് കടന്നു വന്നാലും അവർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അവരെ ചവിട്ടി പുറത്താക്കി പടിയടക്കുവാൻ മാത്രമുള്ള ആദർശബോധം ഈ നാട്ടുകാർക്ക് വളർത്തിക്കൊടുത്തവരാണവർ. അവരെ വിസ്മരിച്ചുകൊണ്ട് എന്തായിരുന്നാലും ഈ പ്രദേശത്തെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, അവരൊക്കെ ഈ നാടിനോട് വിട പറഞ്ഞു, ലോകത്തോട് വിട പറഞ്ഞു. അവരുടെയൊക്കെ മയ്യത്ത് സംസ്കരണത്തിൽ
ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചു. അവർ പിരിഞ്ഞുപോയി. ഇന്ന് ഒരു വിളി കേട്ട് ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ തീർച്ചയായും വളരെ അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, ആ മഹാനുഭാവന്മാർ വളർത്തിയെടുത്തിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ കടക്കൽ ചില സഹോദരന്മാർ കത്തിവെച്ചിരിക്കുന്നു. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വളരുവാൻ ഒരു ഈറ്റില്ലമായി വളർന്നു വന്ന ഈ നാട് അഥവാ പുളിക്കലിൽ തന്നെ ആദർശത്തെ പൊളിച്ചടക്കൽ തുടങ്ങിയിരിക്കുന്നു. അതിനെന്ത് പേരിട്ടാൽ, കൗൺസിലിംഗ് എന്നോ ഖുർആൻ തെറാപ്പി എന്നോ ജിന്നി സേവയെന്നോ സിഹിർ ബാധയെന്നോ കണ്ണേറിയെന്നോ അങ്ങനെ എന്ത് പേരിട്ടാൽ, അന്ധവിശ്വാസങ്ങളുടെ വിവിധങ്ങളായ രൂപങ്ങളും ഭാവങ്ങളും ഈ നാട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിടാൻ ഈ നാട്ടിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട കുടുംബങ്ങളിൽ ആദർശബോധത്തോടുകൂടി വളർത്തപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ദേഹത്ത് കൈവക്കാൻ അക്രമം കാണിച്ചതിന് കൈവക്കുന്നതല്ല, കള്ളു കുടിച്ചതിനോ വ്യഭിചരിച്ചതിനോ കൈവക്കുന്നതല്ല, ആരെങ്കിലും കൊന്നതിന് കൈവക്കുന്നതല്ല. തങ്ങളുടെ തലച്ചോറിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, അനാചാരങ്ങളുടെ പേരിൽ, അതിന് മതത്തിന്റെയും സലഫിസ്റ്റിന്റെയും ഓമന പേരിട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ഭ്രാന്തന്മാർ, അവർ അടി നടത്തിയതും ചികിത്സ നടത്തിയതും കുതിരത്തല്ലിയതും കേവലം ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ മുതുകത്താണ് അവർ കൈവച്ചത്. ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ മുതുകത്ത്, ആദർശത്തിന്റെ മുതുകത്ത് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ഈ നാടിൽ ലഭിച്ചിരിക്കുന്ന വെളിച്ചം തല്ലി തകർക്കാൻ ഇരുട്ടിന്റെ മറവിൽ വിളക്കൂതി തുടങ്ങുന്ന ഇത്തരം അഭ്യാസങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ അറിഞ്ഞു. തുടരാൻ മുജാഹിദ് പ്രവർത്തകന്മാർ അനുവദിക്കില്ല. ഞാൻ ഓതിവച്ച ആയത്ത് പറയുന്നുണ്ട്, നിങ്ങളാരൊക്കെ പടച്ചവന്റെ മാർഗം വിട്ടുപോയാലും അവന്റെ ഈ മതം ഉപേക്ഷിച്ചു പോയാലും നിങ്ങൾ പുതിയ ഏതേത് മാർഗങ്ങൾ സ്വീകരിച്ചാലും പടച്ചവൻ അതിനു പകരം കൊണ്ടുവരും. അവനെ ഇഷ്ടപ്പെടുന്ന, അവന്റെ ഇഷ്ടം സ്വീകരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടുവരും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം. പടച്ചവന്റെ മാർഗത്തിൽ അവർ ധർമ്മ സമരത്തിൽ ഏർപ്പെടും.